എല്ലാവർക്കും അഡോബ് പ്രീമിയർ മറ്റൊരു പാട്ടിലോട്ട് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. മാത്രമല്ല മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നത് ഈ മുകളിൽ കാണുന്ന 6 ഫോൾഡറിലെ എഫക്റ്റുകളായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമേജ് കൺട്രോൾ എന്ന് പറഞ്ഞ ഈ ഫോൾഡറിലെ എഫക്റ്റുകളാണ്. വളരെ മനോഹരമായിട്ടുള്ള എഫക്റ്റുകൾ തന്നെയാണ്, ബേസിക്സ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ നമ്മൾ ജനറേറ്റ് എന്ന പറഞ്ഞ ഫോൾഡറിൽ നോക്കിയ പോലത്തെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. വളരെ 4-5 എണ്ണം വളരെ സിമ്പിളായിട്ട് കൂടുതലും കളറുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് എന്ന എഫക്റ്റ് തന്നെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഫക്റ്റായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നാം പിടിച്ചു, എന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഡ്രാഗ് ചെയ്തിട്ടു. ഒന്നുമില്ല, ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഓക്കെ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. പല രീതിയിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പ് എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചിരുന്നു. നമുക്ക് ഇനി കളർ കറക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഫക്റ്റ് കൺട്രോൾസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു നമുക്ക് എഫക്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഇനി അതുപോലെ നിങ്ങൾക്ക് മാസ്കിങ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏരിയ മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സെൻറ്റർ മാത്രമായിട്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് സെൻറ്റർ മാത്രമായിട്ട് നമുക്ക് അതായത് പകുതി മാത്രമായിട്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പകുതി മാത്രമായിട്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കളർ ബാലൻസ് എന്ന് പറഞ്ഞ സംഭവമാണ്. തൽക്കാലം ഞാൻ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇതിലോട്ട് കളർ ബാലൻസ് എന്ന എഫക്റ്റ് ഞാൻ വലിച്ചിട്ടു. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എഫക്റ്റ് കൺട്രോൾസിൽ ഇവിടെ കളർ ബാലൻസ് വന്നിട്ടുണ്ട്. ഇവിടെ റെഡ്, ഗ്രീൻ, ബ്ലൂ സംഭവം ഒന്നുമില്ല. നമ്മൾ പണ്ട് ഒരുപാട് എഫക്റ്റുകൾ നോക്കിയിരുന്നു. റെഡ് ചാനൽ, ഗ്രീൻ ചാനൽ, ബ്ലൂ ചാനൽ ഇത് തന്നെയാണ്. നമുക്കിത് ഇൻക്രീസ് ചെയ്യുമ്പോൾ കണ്ടോ റെഡ് ചാനൽ ഇൻക്രീസ് ആയി, അതുപോലെ ഗ്രീൻ ചാനൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ കൂടി, ബ്ലൂ കൂടുമ്പോൾ ബ്ലൂവും കൂടി. ഇത്ര തന്നെയുള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഒരുപാട് തവണ മറ്റു എഫക്റ്റുകൾ ചെയ്ത സെയിം സംഭവം തന്നെയാണ് ഇതും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കളർ പാസ് എന്ന് പറഞ്ഞ എഫക്റ്റാണ്. അപ്പോൾ കളർ പാസ് എന്ന എഫക്റ്റിനെ ഞാൻ പിടിച്ചു ഇതിലോട്ട് വന്ന് ഈ വീഡിയോയിലോട്ട് കൊടുത്തിട്ടു. ഇപ്പോൾ സംഭവം കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയില്ലേ. ഇനി നമുക്ക് ഇതിലൊരു കളറ് മാത്രം, അതായത് ഏതെങ്കിലും ഒരു പൂവിൻ്റെ കളറ് മാത്രം നമുക്ക് കളറിൽ വേണം, ബാക്കി എല്ലാം ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെന്ന് വിചാരിക്കും. അപ്പോൾ ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യം ഈ എഫക്റ്റിനെ ടോഗിൾ ചെയ്ത് ഡിസേബിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഡിസേബിൾ ചെയ്തപ്പോൾ നമ്മൾ കളറിനെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്യണം എനിക്ക് കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഈ പൂവിൻ്റെ കളറാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഈ പൂവിൻ്റെ കളർ സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ വന്ന് ഫിറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ കണ്ടോ പൂവിൻ്റെ കുറച്ച് കളർ വന്നിട്ടുണ്ട് അല്ലേ. ഞാൻ ഈ സിമിലാരിറ്റി അല്പം ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ. ഓക്കെ, ആ പൂ മാത്രം നമ്മളുടെ ഇതിൽ കളറ്, ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. ഇതാണ് കളർ പാസ് എന്ന് പറഞ്ഞ എഫക്റ്റ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കളർ റീപ്ലേസ് എന്ന എഫക്റ്റാണ്. അപ്പോൾ കളർ റീപ്ലേസ് പറഞ്ഞ എഫക്റ്റിനെ ഞാൻ പിടിച്ചു ഇതിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്തു. ഇനി വിചാരിക്കുക ഈ വെള്ള പൂവിൻ്റെ കളർ ഇതേപോലെ എനിക്ക് പച്ചയാക്കി മാറ്റണം എന്ന് വിചാരിക്കുക. തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് കളർ റീപ്ലേസ് പറഞ്ഞ ഫോൾഡറിൽ വന്നിട്ട് ടാർഗറ്റ് കളർ, അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെയാണ് സെലക്ട് ചെയ്തു. അപ്പോൾ ഓക്കെ, ഇനി ഇവിടെ കണ്ടോ റീപ്ലേസ് കളർ എന്ന് പറഞ്ഞിട്ട് അതിനെ ഞാൻ പിടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഈ കളർ ഈ പച്ചയുടെ കളർ സെലക്ട് ചെയ്തു. കണ്ടോ, അപ്പോൾ പച്ച കളറായി. ആ പച്ച അല്ല നമുക്ക് വേണ്ടത്. ഓക്കെ, എന്നിട്ട് ഞാൻ അല്പം സിമിലാരിറ്റി അല്പം ഒന്ന് കൂട്ടി കൊടുത്തു. കണ്ടോ, അപ്പം നമ്മളുടെ ഈ പൂവിൻ്റെ കളറും മാറിയിട്ടുണ്ട്. അത്ര നല്ലൊരു ഇതല്ല, കാരണം ഇവിടെ നമുക്ക് ഈ ബോർഡറൊക്കെ ഉണ്ടായതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് നമുക്ക് അത്ര ഒരു പെർഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാമ കറക്ഷൻ എന്ന് പറഞ്ഞ എഫക്റ്റാണ്. അതിനായിട്ട് ഞാൻ ഈ ഗാമ കറക്ഷൻ എന്ന് പറഞ്ഞ എഫക്റ്റ് ഞാൻ ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒന്നും മാറ്റൊന്നും വന്നിട്ടില്ല അല്ലേ. ഗാമ കറക്ഷൻ ഒന്ന് കൂട്ടി നോക്കാം. സംഭവം ശരിക്കും ബ്രൈറ്റ്നെസ് തന്നെയാണ് ഗാമ കറക്ഷൻ എന്ന് പറയുമ്പോൾ. കൂട്ടിക്കഴിഞ്ഞാൽ സംഭവം കുറഞ്ഞു വരും. ഓക്കെ, അതേപോലെ കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കൂടും. അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റ്, നമ്മൾ ലെൻസ് ഗ്ലെയറും കൂടി ഉണ്ട്. അപ്പോൾ നല്ലൊരു എഫക്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ ഇമേജ് കൺട്രോൾ എന്ന് പറഞ്ഞ എഫക്റ്റിൽ ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമായിട്ടുള്ള എഫക്റ്റുകളാണ്, എന്നാലും വളരെ ബേസിക്സ് ആയിട്ടുള്ള എഫക്റ്റുകളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇമേഴ്സ് വീഡിയോ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റുകളാണ് നോക്കുന്നത്. VR എഫക്റ്റുകളാണ് ഇതൊക്കെ.
അപ്പോൾ ഇമേഴ്സ് വീഡിയോയിലെ എഫക്റ്റുകളായിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരും. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും തിരിച്ചു വരുന്നവരെ ടേക്ക് കെയർ.